ഹലോ എല്ലാവർക്കും സ്വാഗതം. ഡബ്ലിംഗ് മല്ലു വേൾഡിന്റെ പുതിയൊരു ബ്രാൻഡ് ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ദിവസം നമ്മൾ 4 മണി കാപ്പിക്ക് എന്തുണ്ടാക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. സോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, നല്ലൊരു ചായ കുടിച്ചിട്ട് സത്യം പറഞ്ഞാൽ കുറേ നാളുകളായി നമ്മൾ അത്ര ചായ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാറില്ല. സോ 4 മണിക്ക് സമയത്ത് നമുക്ക് എന്തെങ്കിലും ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ഇന്ന് വീഡിയോ വന്നിരിക്കുന്നത് കേട്ടോ. സോ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ നമ്മുടെ വ്യൂസൊക്കെ ഒത്തിരി കുറവാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾ വാച്ച് ചെയ്യാൻ മറന്നു പോകരുത്. സോ വെൽക്കം ടു ഡബിൾ മല്ലു വേൾഡ് 4 മണി കാപ്പി. ഇന്നത്തെ 4 മണി കാപ്പിക്ക് ഞാൻ ഉണ്ടാക്കാൻ പോണ വേറെ ഒന്നുമല്ല, നമ്മുടെ മുട്ട ബജി. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മുട്ട ബജി ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചു. എനിക്ക് എത്ര നന്നായിട്ട് അതിന്റെ റെസിപ്പി ചെയ്യണമെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ പറ്റും പോലെ നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി നോക്കാൻ പോവാ. 4 മണി കാപ്പിക്ക് ഞാൻ അങ്ങനെ അത്യാവശ്യം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യണം, അതുപോലെ തന്നെ നമുക്കൊന്ന് ആക്റ്റീവ് ആവുകയും ചെയ്യണം 4 മണി കാപ്പിയൊക്കെ ഉണ്ടാക്കി വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുട്ട ബജിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. എല്ലാവരും നമ്മൾ ഈ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുവാണ്. മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്ത് എൻജോയ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 മുട്ടയായിട്ട് എടുത്തേക്കണം. 4 മുട്ട എടുത്തിട്ട് നമുക്ക് ഇനി ഇത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പം പുഴുങ്ങിയിട്ട് നമുക്ക് മുട്ട ബജിയുടെ പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. സോ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി ഇടാൻ പോകണം കേട്ടോ. മുട്ടയും കാര്യങ്ങളൊക്കെ തേരി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ട ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ വേണ്ട. അപ്പോൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിപാടി നോക്കാം. ഇനി നമ്മൾ ഞാൻ മൈദയിലാണ് ഉണ്ടാക്കാൻ പോകണേ. മറ്റേ നമ്മുടെ കടലമാവിൻ്റെ പൊടിയിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് സംശയമുണ്ട്, പക്ഷേ അതില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഉള്ള മൈദയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് ജസ്റ്റ് കയറാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് വേവായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് തൊണ്ടൊക്കെ പൊളിച്ച് സെറ്റപ്പ് ആക്കി എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി നമ്മുടെ മൈദയുടെ പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. സോ നമ്മുടെ കടലമാവിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു ഉപയോഗിച്ചത്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ എങ്കിൽ കൂടി ഇവിടെ നമുക്ക് കിട്ടിയേക്കണേ അപ്പോൾ മൈദയുടെ പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ മസാലയാണല്ലോ, കൂട്ടുമസാല. ആ കൂട്ടുമസാലയുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇച്ചിരി നമ്മുടെ മുളക് പൊടി, കൂടാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് അത്യാവശ്യം കുരുമുളകിൻ്റെ പൊടി, ഒരു കുറച്ച് ജീരകം കൂടെ വേണം. ജീരകം കൂടെ വെച്ചിട്ടില്ല, അതും കൂടെ നമ്മൾക്ക് ഇന്നത്തെ ഇട്ടിട്ട് വേണം നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ ഒന്ന് ലൈറ്റായിട്ട് കുഴച്ച് ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ട് വേണം നമുക്ക് മുട്ട ഇതിനകത്ത് പൊക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. സോ അതിനുള്ള പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതിനകത്തേക്ക് എല്ലാ പൊടികളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് വേണം. ഉപ്പ് ഞാൻ ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ നമുക്ക് അത്യാവശ്യം ഉപ്പ് വേണ്ടത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചിട്ട് നമുക്കൊരു ബാറ്റർ പരുവത്തിലാക്കി എടുക്കണം. അപ്പം ഒരു ഇച്ചിരി സമയം എടുക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്ന് ബാറ്ററാക്കി എടുത്തിട്ട് വേണം, കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ബാറ്റർ ഏകദേശം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇനി ഒന്ന് സെറ്റപ്പാക്കി ഒന്ന് കുഴച്ച് പരക്കി കറക്റ്റ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിൽ നമ്മൾ എടുക്കണം. ഒത്തിരി വെള്ളം ചേർക്കാനും പറ്റില്ല. മുട്ടയിൽ നന്നായിട്ട് നമുക്ക് ഒട്ടിപ്പിടിച്ച് വരാൻ പാകത്തിൽ വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള തിരക്കാണ് ഇപ്പം. അതുപോലെ മുട്ട ഏകദേശം പുഴുങ്ങിയിട്ടുണ്ട്. മുട്ട പുഴുങ്ങി ഞാനിപ്പം തണുത്ത വെള്ളത്തിലിട്ടേക്കുവാണ്. ഇപ്പോൾ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ബാറ്ററിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഇച്ചിരി ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ ഇത്രയും കുഴച്ച് മതി കേട്ടോ. കാരണം ഒത്തിരി കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയിൽ ഒട്ടിപ്പിടിക്കത്തില്ല ആ ബാറ്റർ. അപ്പോൾ ഇത്രയും കട്ടിയിൽ കുഴച്ചാൽ മതി അത്. നമ്മുടെ മുട്ട പുഴുങ്ങി നല്ല ചൂടോടുകൂടി കണ്ടിച്ച് വെച്ചേക്കുവാണ്. നമ്മുടെ നടുവിൽ നിന്ന് കീറി വെച്ചേക്കുവാണ് ഇപ്പോൾ ഒന്ന്. അത് കൂടാതെ തന്നെ നമ്മുടെ ബാറ്ററും കൂടെ ഇപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. കരിവേപ്പില സത്യം പറഞ്ഞ് ഇടേണ്ടതായിരുന്നു, ബട്ട് നമുക്കിവിടെ കറിവേപ്പില അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഒന്നും ഉണ്ടാക്കിയില്ല അതിനകത്ത്. സോ തൽക്കാലം ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്ന് നമുക്ക് ബാറ്ററിൽ മുക്കി നമുക്ക് വറുത്ത് എടുക്കാം കേട്ടോ. ഇപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ നമ്മുടെ ഒരു പാത്രത്തിൽ ഇട്ട് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ തീയൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ എഗ്സും നമുക്ക് അതിനകത്ത് ബാറ്ററിൽ മുക്കിയിട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം മുട്ട നമ്മൾ മുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മുട്ട വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം മുട്ടയുടെ ഉണ്ണി ചാടിപ്പോകരുത്. ആ രീതിയിൽ വേണം നമ്മൾ എടുക്കാനും ബാറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് പ്രത്യേകം ഓർക്കുക. അപ്പം നമുക്ക് അങ്ങനെ മുക്കിയിട്ട് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുക്കാം. ഒരെണ്ണം ഇട്ടു. അതുപോലെ എല്ലാം നമുക്കങ്ങനെ ചെയ്യാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ മുട്ട വെച്ചിട്ട് മുട്ടയുടെ മേളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വേണം വയ്ക്കാൻ. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഇട്ടു. സ്റ്റവിലൊന്നും ചാടരുത് കർത്താവേ, തുടയ്ക്കാനാണ് പാട്. അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മുടെ 8 കഷ്ണങ്ങളും നമ്മൾ ബാറ്ററിൽ മുക്കി നല്ല സെറ്റപ്പായിട്ട് നമ്മൾ അടുപ്പിലേക്ക് ഇട്ട് വെച്ചു, അല്ല ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാനത് മുട്ടയുടെ ബജി നമ്മൾ ഒരു വശം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കരിയാതെ നോക്കണം. കറക്റ്റ് ടൈമിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതെടുത്ത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ഫുള്ളായിട്ട് വലിഞ്ഞ് കിട്ടാൻ വേണ്ടി നമ്മൾ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സോസും കൂട്ടി കഴിക്കാം. മുട്ട ബജി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നമ്മൾ പേപ്പറിലേക്ക് ഇട്ടേക്കുവാണ് ആ ഒരു എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം മയണൈസും കൂടെ കൂട്ടി നമുക്കിത് കഴിക്കാം. സോ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. ഈസിയാണ്, ടേസ്റ്റി ആയിരിക്കും എന്ന് വിചാരിക്കുവാണ്. കഴിച്ച് നോക്കിയിട്ടില്ല, കഴിച്ച് നോക്കിയിട്ട് ഞാനും അഭിപ്രായം പറയാം, നിങ്ങളും അഭിപ്രായം പറയണം. അപ്പോൾ നമ്മുടെ മുട്ട ബജി ഏകദേശം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം. മയണൈസ് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പം മയണൈസൊക്കെ ഒന്ന് ഇട്ടിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. പൊളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക് യു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഇനി നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുക്കിംഗ് ബ്ലോഗായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.